ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. വില കുറഞ്ഞ ഒരു മൊബൈൽ ഹോൾഡർ, അതും വാറണ്ടി ഉള്ളതായല്ലോ. കാരണം പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരു മൊബൈൽ ഹോൾഡർ, ഒരു നല്ല മൊബൈൽ ഹോൾഡർ സജസ്റ്റ് ചെയ്യാമെന്നോ. ഞാൻ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ഈ കാണിക്കുന്ന ടൊറീറ്റോ എന്ന് പറയുന്ന മോഡൽ. ഒരു വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണുള്ളത്. അതായത് ഈ വിലയ്ക്ക് ഒരു വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കിടുവാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ സെലീറിയയിലായിരുന്നു ഫിറ്റ് ചെയ്യുന്നത്. ഇനി ഒരെണ്ണം ഞാൻ ഇങ്ങോട്ട് മേടിച്ചു, അതായത് നമ്മുടെ ആക്സിഡന്റിലോട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. നമുക്ക് പെട്ടെന്ന് ഇവനെ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഈ ഒരു പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഒന്ന് നമ്മുടെ മൊബൈൽ ഹോൾഡർ, അതിൻ്റെ വാക്യൂം ക്ലിപ്പ്, അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് വിത്ത് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു കാർഡും ഒരു വാറണ്ടി കാർഡും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണുള്ളത്. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളായിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ, അതായത് ഇതിപ്പം എറിഞ്ഞു പൊട്ടിക്കുന്നതും ഈ ഒരു ലോക്കിനൊക്കെ കംപ്ലൈൻറ്റ് വരെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ലോക്കിനോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് റീപ്ലേസ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. ഇൻ കേസ് അതല്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും രീതിക്ക് ഓവർ ടൈറ്റ് ആക്കിയൊക്കെ പൊട്ടിയതാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വാറണ്ടി കിട്ടത്തില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വാറണ്ടി കിട്ടുന്നതായിരിക്കും. ഏതായാലും ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ബാക്കിലത്തെ ഈ ഒരു പ്ലാസ്റ്റിക് കളയുക, ഈ ഒരു റബ്ബർ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു കാരണവശാലും ഇത് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ മേളിൽ ഒരു കാരണവശാലും പ്ലേസ് ചെയ്യരുത്. വേറെ ഒന്നും കൊണ്ടല്ല, ഡാഷ്ബോർഡിൽ പ്ലേസ് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ഒരു വാക്യൂം എഫക്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. ഇതിൻ്റെ ഒരു പശയുടെ എഫക്റ്റ് കൊണ്ടേ നിൽക്കത്തുള്ളൂ. പക്ഷേ അത് ഒരു കാരണവശാലും ചെയ്യരുത് എന്ന് തന്നെ ഞാൻ പറയും. എപ്പോഴും നമ്മുടെ ഗ്ലാസ്സിൽ തന്നെ മൗണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ചെറുതായതുകൊണ്ട്, കാരണം പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ടൈപ്പ് യൂണിറ്റ് മേടിക്കുന്ന സമയത്ത് ഒരുപാട് വലിയത് മേടിക്കുന്നത്. ഇത് ഒരുപാട് വലുപ്പം വരാൻ പാടില്ല. ചെറിയ ടൈപ്പ് ആണെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു വാഹനത്തിന്റെ സൈഡിലേക്ക്, അതായത് സൈഡ് ഗ്ലാസ്സിലേക്കാണ് ഫിറ്റ് ചെയ്യുന്നത്. മീൻസ് നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസിന്റെ ഒരു സൈഡിലാണ് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വിഷനിലെ അത് മറക്കുന്നില്ല. പിന്നെ ഇത് സെന്ററിലോട്ട് പിടിപ്പിക്കുന്നതിനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമില്ല. പലരും ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. സെന്ററിൽ ഫിറ്റ് ചെയ്ത് വെക്കുന്ന ഒരു കാരണവശാലും സെന്ററിൽ ഫിറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ വിഷൻ അവിടെ ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. എപ്പോഴും റൈറ്റ് സൈഡിൽ ഒരു അല്പം മേലിലോട്ട് ഉയർത്തി വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എൻ്റെ ഒരു സജഷനാണ്, എൻ്റെ പേഴ്സണൽ സജഷനാണ്. അപ്പോൾ ഇത് നമുക്ക് ഏതായാലും പെട്ടെന്ന് ഒന്ന് ഫിറ്റ് ചെയ്യാം. ഇത് ഫിറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ ഈ സൈഡിലുള്ള ഈ ഒരു ലോക്ക് ഓപ്പൺ ചെയ്യുക. ഇവനെ നേരെ നമ്മൾ മേലോട്ടാണ് വെക്കുന്നതെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ തിരിച്ച്. അത് നമുക്ക് ലാസ്റ്റ് പിന്നെയാണെങ്കിലും തിരിക്കാം. ഇതിലോട്ട് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു റിങ്ങും കൂടി ഇതിലോട്ട് ഇടുക. എന്നിട്ട് ഇവനെ പ്രസ് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് ടൈറ്റ് ചെയ്യാണ്. കണ്ടോ, ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഓക്കെ. ഇത് ലൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇവൻ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ആക്കാൻ സാധിക്കും. ഇനി ഇത് നമുക്ക് നമ്മുടെ വാഹനത്തിലോട്ടൊന്ന് ഫിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ചും കൂടെ നമുക്കൊന്ന് നോക്കാം. 649 രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് വരത്തില്ല. ഈ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൈസും കൂടെ പറയാം. അതുകൊണ്ട് ഫുൾ വീഡിയോയും കൂടെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഇതിനെ അപ്പ് ആൻഡ് ഡൗൺ ഈ ഒരു ആക്ഷനിലോട്ട്, അതായത് ഏതൊരു ആംഗിളിലോട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തു. അതിനുശേഷം വാക്യൂം ക്ലിപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു പോർഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്ക് ഈ ഒരു ആംഗിൾ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിപ്പം കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു പൊസിഷനിൽ വെച്ച് ഓക്കെ ആണെന്നല്ല, ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഈ വാഹനം ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ താഴോട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ മേലിലോട്ടോ നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കും. ഇതിങ്ങനെ വെച്ചതിന് ശേഷം വാക്യൂം ക്ലിപ്പ് ഇവിടെ പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെങ്ത്, അതായത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടുള്ള ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഇവരെ ബാക്കിലോട്ടാക്കാം. അതിനുശേഷം എനിക്കിങ്ങനെ ലോക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടുത്തെ ഈ രണ്ട് ബട്ടൺ, അതായത് ഓപ്പൺ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആകും. അതിനുശേഷം എൻ്റെ ഫോൺ ഇത് ഇങ്ങനെ വെച്ചിട്ട് താഴോട്ടുള്ളൊരു പ്രസ്, അതായത് ഒന്ന് താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് സീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഒരു പ്രശ്നമില്ല, നല്ല ടൈറ്റായിട്ട് തന്നെയാണ് ഈ ഫോണ് ഇരിക്കുന്നത്. 450 രൂപ, 450 റുപ്പീസ് ആണ് ഇതിന് പ്രൈസ് വരുന്നത്. പിന്നെ ഇത് ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും ഡെലിവറി ചാർജ് 50 രൂപയാണ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും 1 ഇയറിനുള്ളിൽ നിങ്ങൾക്ക് അത് റീപ്ലേസ്മെന്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും, എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും. പക്ഷേ ഫിസിക്കൽ ഡാമേജ് മാത്രം ഇതിനകത്ത് കവർ ആകുന്നതായിരിക്കത്തില്ല. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതുപോലെ ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൺസ് ഇൻ എ വീക്ക്, ഒരാഴ്ച കൂടുമ്പോഴെങ്കിലും ഇതൊന്ന് അഴിച്ച് അല്ലെങ്കിൽ ഒന്ന് പുറത്തോട്ട് എടുത്തതിന് ശേഷം ആ റബ്ബറിന്റെ പോർഷനിൽ ചെറുതായിട്ടൊന്ന് വെള്ളമോ എന്തെങ്കിലും ഒന്ന് നനച്ചിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ്. ഒരുപാട് വെയിലത്ത് കിടക്കുന്ന വാഹനമാണെങ്കിൽ, ഇനി ഒരുപാട് വെയിലത്തോ കാര്യങ്ങളൊന്നും കിടക്കുന്ന വാഹനം അല്ലെങ്കിൽ തൊടുക പോലും വേണ്ട, ഒരു 5-6 മാസമൊക്കെ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഊരി ഒന്ന് വെള്ളം നനച്ചൊന്ന് തുടച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ഇത് റബ്ബർ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ബാക്കി വരുന്ന ഈ ഒരു പോർഷൻ റബ്ബർ പോർഷൻ തന്നെയാണ്. അത് ഹാർഡായി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പം ഏതായാലും സംഗതി സ്ട്രോങ് ആണ്. വെറുതെ കിടന്ന ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല എന്നുള്ള കാര്യം ഷുവറാണ്. കാരണം ഞാനിത് കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏതായാലും പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ സംഗതി എങ്ങനെയുണ്ടെന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റും കൂടെ രേഖപ്പെടുത്തുക.